പാർട്ടി ജയിച്ചു ജനം തോറ്റു. എന്താണ് ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഏതിലും ഉണ്ട്. അല്ല, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഏതാണ് സത്യൻ മാഷിന്റെ ഒരു പടമാണത്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. പ്രവാചകന്മാരെ പാട്ട് അതിലാണെന്നാ തോന്നുന്നത്. അപ്പൊ പാർട്ടി ജയിച്ചു ജനം തോറ്റു എന്ന് പറഞ്ഞാല് റോഡ് കയ്യേറി CPM സമ്മേളനം. ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടായിരിക്കാം റോഡ് കയ്യേറുകയാണ് CPM സമ്മേളനത്തിൽ. ഒരു കൊച്ചുകുട്ടി ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ആദ്യ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. പാർട്ടി ജയിച്ചു ജനം തോറ്റു. സമ്മേളനത്തിനായി ജനം സഹിച്ചത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കോടതിക്ക് മുന്നിലെ തിരക്കേറിയ റോഡിൽ പകൽ മുഴുവൻ വൻ ഗതാഗതക്കുരുക്കുണ്ടാക്കി. സ്കൂൾ ബസ്സുകളും ജനറൽ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസുകളും തിരക്കിൽപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയ കൈക്കുഞ്ഞു വരെ വലഞ്ഞു. ഓഫീസിലേക്കും വിദ്യാലയങ്ങളിലേക്കും പല സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. ഓഫീസിലേക്കും വിദ്യാലയങ്ങളിലേക്കും സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. പല സമയങ്ങളിലും വാഹനങ്ങളുടെ നിര 1 കിലോമീറ്റർ വരെ നീണ്ടു. എന്തൊരു സമ്മേളനമാണ് നടത്തുന്നത്. ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് CPM പാർട്ടി സമ്മേളനം നടത്തിയിരിക്കുകയാണ്. അയ്യോ, അത് ഈ റോഡ് കയ്യേറിയിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ വെക്കുന്നതിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ അത് എത്രമാത്രം ആൾക്കാരെ എഫക്റ്റ് ചെയ്യുമെന്നെങ്കിലും ഒന്ന് ആലോചിക്കണം. CPMമാർക്ക് വല്ല ബോധം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊന്നും നടത്തില്ല എന്നല്ല, നടത്തണം. വല്ല ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വല്ല ഹാള് വാടക എടുത്തോ നടത്തിക്കോ. ആളുകൾ വരാത്തോണ്ടാണോ നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് ആളുകൾ പോകുന്ന സ്ഥലത്ത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടി എടുത്തുന്നത്? ഇനി നിങ്ങൾ വിളിച്ച സമ്മേളനത്തിന് ആൾ വരില്ലേ? എനിക്ക് തോന്നുന്നു സമ്മേളനം കഴിഞ്ഞിട്ടുള്ള പിക്ചറാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ആളില്ല. പക്ഷെ ചുറ്റും വണ്ടികൾ തിരക്കിട്ട് നടപ്പുണ്ട്. രാഗമായിരിക്കും ജനങ്ങൾ, ആ കൊച്ചു കുട്ടികൾ പോലും. നിങ്ങളത് ആലോചിക്കണം CPMമാര്. എന്തായാലും സമ്മേളനം കുറച്ചും കൂടി നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. സമ്മേളനം നടത്തണമെന്നല്ല, കാരണം ജനാധിപത്യപരമായിട്ട് അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ആളുകളുടെ പൊതു ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്താണ്ടിരിക്കുക. കോമഡിയായി മാറും, ദുസ്സഹമായി മാറും, ട്രാജഡിയായി മാറും. ഓക്കെ.